വയനാട് ജില്ലയിലെ ചൂരൽമല കഴിഞ്ഞ ദിവസം വരെ സഞ്ചാരികളുടെ ഇഷ്ടയിടം. തേയിലത്തോട്ടങ്ങളും ചോലവനങ്ങളും അരുവികളുമൊക്കെയായി കണ്ണിന് കുളിർമ പകർന്നിരുന്ന സ്വപ്നഭൂമി. കൽപ്പറ്റയിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയുള്ള മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ഗ്രാമത്തിന് പിന്നിൽ തല ഉയർത്തി നിന്ന മല ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ ഏറെക്കുറെ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയായിരുന്നു. പാതിരാത്രി നാടുറങ്ങുമ്പോൾ ഉരുൾപൊട്ടിയൊഴുകിയ മലവെള്ളപ്പാച്ചിലിൽ പ്രകൃതിയാടിയത് മരണനൃത്തം. കേരളം കണ്ട മഹാദുരന്തങ്ങളിലൊന്ന് ഒരു നാടിനെ ഇല്ലാതാക്കി. നഷ്ടമായത് നിരവധി ജീവനുകൾ, പൊലിഞ്ഞത് എത്രയോ പേരുടെ സ്വപ്നങ്ങൾ. കോടമഞ്ഞും മഴയുടെ തണുപ്പും മത്സരിച്ചെത്തിയ രാത്രിയായിരുന്നു. ഗാഠനിദ്രയിലായവർ അറിഞ്ഞില്ല വരാനിരിക്കുന്നത് നിത്യനിദ്രയാണെന്ന്. പുലർച്ചെ 2 മണിയോടെ അതിഭീകര ശബ്ദം. ഉറക്കത്തിലാണ്ടിരുന്നവർ ഞെട്ടിയുണർന്നപ്പോഴേക്കും ഇരച്ചെത്തിയ മലവെള്ളം സംഹാര താണ്ഡവമാടി. മനുഷ്യരും മൃഗങ്ങളും വീടുകളും വാഹനങ്ങളും ഒഴുകിപ്പോയി. ചിലർ തകർന്നടിഞ്ഞ വീടുകൾക്കടിയിൽ. വൻമരങ്ങൾ പോലും കടപുഴകി. കൂറ്റൻ പാറകളും മണ്ണും ഒഴുകിയെത്തിയത് കിലോമീറ്ററുകൾ അകലേക്കാണെന്ന് ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ മരണത്തിന്റെ കൈപിടിച്ചവർ. കൂരിരുട്ടിൽ മണിക്കൂറുകളോളം ജീവൻ കയ്യിൽ പിടിച്ച് പലയിടത്തും കുടുങ്ങിക്കിടന്നവർ. എങ്ങും അലമുറകളും ആർത്തനാദവും. ചിലരോടി കുന്നിൻ മുകളിലുള്ള റിസോർട്ടിൽ കയറി. അതായിരുന്നു രക്ഷാകേന്ദ്രം. മറ്റു ചിലർ രക്ഷയ്ക്കായുള്ള പരക്കം പാച്ചിലിൽ തട്ടിവീണ് മണ്ണിനടിയിൽ. മുണ്ടക്കൈ ഗ്രാമത്തെ മലവെള്ളം തുടച്ചു നീക്കുകയായിരുന്നു. താഴ്വാരത്തെ ചൂരൽമല നാമാവശേഷമായി. ചൂരൽമല മുണ്ടക്കൈ റോഡും പാലവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. 2 പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. മനസ്സ് മരവിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട്. ജീവൻ തിരിച്ചു കിട്ടിയവർ വാവിട്ട് കരഞ്ഞു. ചിലർ പ്രിയപ്പെട്ടവരുടെ ജീവനു വേണ്ടി അലമുറയിടുന്നു. ആ നിലവിളി ആദ്യം കേട്ടത് മേപ്പാടിക്കാരാണ്. അവർ ദുരന്തമുഖത്തേക്ക് പാഞ്ഞെത്തി. ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നവരെയും പരുക്കേറ്റവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. വാതിലുകൾ വെട്ടിപ്പൊളിച്ചും തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ ഉയർത്തിയും ചിലരെയൊക്കെ രക്ഷപ്പെടുത്തി. 2 മണിക്ക് ഞങ്ങൾ ഒച്ച സൗണ്ട് ഭയങ്കര കേട്ടപ്പോൾ വാതിൽ തുറക്കാൻ കുട്ടികളെ ഇവരെയൊക്കെ വിളിച്ചതാണ്. വിളിച്ച് വാതിൽ തുറന്നു നോക്കുമ്പോൾ മൂത്ത കരച്ചിൽ, ചെറിയ മക്കളും വലിയൊരു ഞങ്ങളെ രക്ഷിക്കീന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്.
ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഒച്ച സൗണ്ട്, ഒരു കറണ്ടുമില്ല വെളിച്ചമില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടാ നോക്കുക. ഒരു കുലുക്കുണ്ടായി, പിന്നെ ബൂന്നിട്ടൊരു ശബ്ദം. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുറ്റത്തൊരു മാവൊക്കെ ഉണ്ടായി, അതൊക്കെ വീണ് കിണറിൻ്റെ അവിടെ കവുങ്ങൊക്കെ വീണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൻ്റെ അകത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങി, ചളി വെള്ളം കയറാൻ തുടങ്ങി. വെള്ളം കയറപ്പോൾ ഞാൻ എൻ്റെ പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കണില്ല. പിന്നെ പുറത്തുനിന്നൊക്കെ ഒച്ചയും വിളിയും, ഭയങ്കര ശബ്ദത്തിൽ ഒച്ചയും വിളി വരുമോ വരികയോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ കട്ടിൽ നിന്ന് നീട്ടിട്ട് താഴെ ചെരുപ്പുണ്ട്, ചെരുപ്പിൽ കാലേക്കുമ്പോൾ ചളിയും മണ്ണും. അപ്പോൾ ഞങ്ങളെ വീട് ഒന്നാം പൊട്ടൽ തന്നെ പൊട്ടി വീട് പോയി. അപ്പോൾ എന്താ ഒരു മക്കളെ ഒരു ഒച്ച കേൾക്കുന്നതായിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ പുഴ പോലെ മുറ്റത്ത് കൂടി പോവുക. അപ്പോൾ ഓടി രക്ഷപ്പെട്ടോളി എന്ന് പറഞ്ഞു ഞാൻ മക്കളോട്. മക്കളെ എന്നെയും ഭരിച്ച് ഓടി അടുത്ത വീട്ടിൽ കടന്ന് ഇന്നലെ 11:30 പെണ്ണുങ്ങൾ പറഞ്ഞു ഇങ്ങനെ പിന്നെ ഏട്ടാ ഒരു ശബ്ദം കേൾക്കണ പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ മല മൊത്തമായിട്ട് ഇങ്ങനെ വരുന്നത് കാണണം. അങ്ങനെ ഞങ്ങൾ 5 പേരാണ്. ആ 5 പേരും കൂടി പോയിട്ട് റൂമിൻ്റെ അകത്ത് വാതിലടിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ 5 ആൾ ഒന്നിച്ച് മരിക്കാനായിട്ട് 5 ആൾ കൂടി കെട്ടിപ്പിടിച്ചിരുന്നു. അത് കഴിഞ്ഞിക്കൊണ്ട് കുറച്ച് ശാന്തമായ സമയത്ത് ഞങ്ങൾ ആ ഒരു തുറക്കണ്ട ചെറുതായിട്ട് വാതിൽ തുറന്നിട്ട് ചവിട്ടി പൊളിച്ച് വാതിൽ ചവിട്ടി പൊളിക്കാൻ പറ്റില്ല, മണ്ണ് തിങ്ങിയിട്ട് ചവിട്ടി പൊളിക്കാൻ പറ്റില്ല. ഞങ്ങൾ അന്നേരം അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് പുറത്തുനിന്ന് വാതിൽ പൊളിച്ചെടുത്തിട്ട് അപ്പുറത്തെ 2 നിലയുടെ വീട്ടിൽ കയറി, തൊട്ടടുത്ത് അതിൻ്റെ മുകളിൽ കയറി. ആ കയറിൽ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പൊട്ട് വീട് മൊത്തം എൻ്റെ അടിച്ചു പോയി, അടിത്തറ വരെ. പുലർച്ചെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ വലിയ രീതിയിൽ വീണ്ടും മലവെള്ളപ്പാച്ചിൽ. രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നവർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. ആർക്കും മുണ്ടക്കൈയിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾ അകലെ ചാലിയാറിൽ പോലും ഒഴുകിയെത്തി. ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. കൈയും കാലും തലയും ഉൾപ്പെടെ ശരീരഭാഗങ്ങളില്ലാത്ത പല മൃതദേഹങ്ങളും മഹാദുരന്തത്തിന്റെ ആഴം എത്രയെന്നതിന് നേർസാക്ഷ്യമായി. 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹവും ചാലിയാറിൽ നിന്ന് കണ്ടെടുത്തു. ഇരുട്ടുകുത്തി, പോത്തുകല്ല്, പനങ്കയം, ഭൂതാനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വനത്തിനുള്ളിലെ കുമ്പിളപ്പാറ കോളനി ഭാഗങ്ങളിലും മൃതദേഹങ്ങൾ കരക്കടിഞ്ഞു. ചില ജഡങ്ങൾ മലവെള്ളം ഒഴുകിയ വഴിയിലെ മരത്തിലും പൊന്തക്കാടുകളിലും കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് മണിക്കൂറുകളെടുത്താണ് സന്നദ്ധ പ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞത്. മുണ്ടക്കൈയിൽ പല വീടുകളുടെയും തറ മാത്രമായിരുന്നു ബാക്കി. പല ഭാഗത്തായി കിടന്ന മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിക്കാനായതും വൈകിട്ടോടെയാണ്. മുണ്ടക്കൈയിൽ ഉണ്ടായിരുന്ന ചില വാഹനങ്ങളിൽ മൃതദേഹങ്ങൾ എത്തിച്ച് സ്ട്രക്ചറിൽ കയറിൽ കെട്ടിത്തൂക്കിയാണ് ആദ്യം ഇക്കരെ കടത്തിയത്. വൈകിട്ടോടെ സൈന്യവും ഫയർഫോഴ്സും ചേർന്ന് താൽക്കാലിക പാലം നിർമ്മിച്ചതോടെയാണ് ഗുരുതരമായി പരുക്കേറ്റവരെ പോലും ആശുപത്രിയിലെത്തിക്കാൻ കഴിഞ്ഞത്. ഭക്ഷണവും വെള്ളവുമില്ലാതെ മണിക്കൂറുകൾ കഴിയേണ്ടി വന്നതും പലരെയും അവശരാക്കുകയായിരുന്നു. സമാനതകളില്ലാത്ത മഹാദുരന്തത്തിന്റെ രക്ഷാദൌത്യവും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. NDRFിന്റെയും സൈന്യത്തിന്റെയും സംഘം പുഴ കടന്നാണ് മുണ്ടക്കൈയിലെത്തിയത്. ദുരന്തം നടന്ന് 13 മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. ചൂരൽമലയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കൈ. ആദ്യഘട്ടത്തിൽ ആളുകളെ ജീപ്പ് മാർഗം പുഴക്കരയിലെത്തിച്ച് വടത്തിലൂടെ പുഴ കടത്തിയാണ് ആശുപത്രിയിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റിയത്. പുഴയിൽ അപ്രതീക്ഷിതമായി വെള്ളം ഉയരുന്നതിനാൽ പലതവണ രക്ഷാപ്രവർത്തനം നിർത്തേണ്ടി വന്നു. സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ ഇറക്കിയതും അതിസാഹസികമായാണ്.
കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല. കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ്. താഴെ NDRF ടീം ആളുകൾ താഴെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. 3 പ്രാവശ്യമാണ് ഇവിടെ ഉരുളുകൂട്ടിയിട്ടുള്ളത്. മുണ്ടക്കൈയെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതോടെ 300ഓളം കുടുംബങ്ങളിലുള്ള 1000ഓളം പേരാണ് ഒറ്റപ്പെട്ടത്. പലരും കുന്നിൻ മുകളിലും മറ്റും അഭയം പ്രാപിച്ചു. എത്ര വീടുകൾ ഒലിച്ചു പോയെന്നോ എത്ര പേർ മരിച്ചെന്നോ കാണാതായിട്ടുണ്ടെന്നോ കൃത്യമായ വിവരം ഇതുവരെ തിട്ടപ്പെടുത്താനായിട്ടില്ല. തോട്ടം തൊഴിലാളികളുടെ 9 ലയങ്ങൾ ഒലിച്ചുപോയി. ഇവിടങ്ങളിൽ താമസിച്ചിരുന്നവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഉരുൾപൊട്ടിയെത്തിയ മലവെള്ളപ്പാച്ചിലിൽ പുഴ ദിശ മാറി ഒഴുകി ചൂരൽമലയെ തകർത്തെറിഞ്ഞു. എങ്ങും കൂറ്റൻ കല്ലുകളും ചെളിയും നിറഞ്ഞു. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന സങ്കട കാഴ്ചകളാണ് മുണ്ടക്കൈയിൽ നിന്നുള്ളത്. കയ്യിൽ കിട്ടിയത് വാരിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുന്ന ജനക്കൂട്ടം. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മനുഷ്യരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുന്ന രക്ഷാപ്രവർത്തകർ. പ്രകൃതി പോലും വിറങ്ങലിച്ചു നിൽക്കുന്ന ദുരന്ത ഭൂമിയിലേക്ക് സഹായമെത്തിക്കുന്നവർ. വയനാടിനായി കേരളം കൈകോർക്കുകയാണ്. സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് സംസ്ഥാന ഭരണകൂടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകിയിട്ടുണ്ട്. നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ദുരന്തം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ആകാവുന്ന എല്ലാ രീതിയിലും തുടരുകയാണ്. ആദ്യ ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ 2 മണിക്കാണെന്നാണ് പൊതുവെ പറയുന്നത്. തുടർന്ന് 4:10 വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഇതിന്റെ ഭാഗമായി ഒറ്റപ്പെട്ടുപോയി. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചു പോകുന്ന നിലയുണ്ടായി. ഇവിടെ ഒരു സ്കൂളുണ്ട്, വെള്ളാർമല GBH സ്കൂൾ. അത് ഏറെക്കുറെ പൂർണ്ണമായും മണ്ണിനടിയിലായി പോകുന്ന അവസ്ഥയായി. അവിടെയുള്ളൊരു പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ, അത് 2ആയി ഒഴുകുന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു പുഴയുടെ സ്ഥാനത്ത് 2 പുഴയായിട്ടുണ്ട്. വീടുകൾക്കും മറ്റ് ജീവനോപാധികൾക്കുമെല്ലാം വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. തുള്ളിക്കൊരു കുടം കണക്കെയായിരുന്നു വയനാട്ടിൽ ആ രാത്രിയിലെ മഴ. ഒപ്പം മരം കോച്ചുന്ന തണുപ്പും. മുണ്ടക്കൈയിലും ചൂരൽമലയിലുമെല്ലാം മഴ കനത്തു പെയ്തു. അതത്ര വലിയ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ആരും കരുതിയില്ല. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നപ്പോൾ പലരും കഴുത്തറ്റം ചെളിയിലും വെള്ളത്തിലുമായി. 2:30യോടെയാണ് ഉരുൾപൊട്ടലുണ്ടായത് ജനം അറിഞ്ഞു തുടങ്ങിയത്. കനത്ത മഴയും ഇരുട്ടും കാരണം എന്താണ് സംഭവിച്ചതെന്നോ ദുരന്തത്തിന്റെ വ്യാപ്തിയോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എങ്ങും ചെളിയും വെള്ളവും മാത്രമായിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ചൂരൽമല അങ്ങാടി തന്നെ മണ്ണിനടിയിലായ വിവരം പുറം ലോകം അറിയുന്നത്. ചൂരൽമല സ്കൂളിനോട് ചേർന്ന് പുഴ ഒഴുകുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ പുഴയുടെ ഗതി മാറി ഒഴുകി. സ്കൂളിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിനടിയിലായി. സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും പാർത്തിരുന്ന സ്ഥലമാണ് ചൂരൽമല. ഹാരിസൺസ് കമ്പനിയുടെ തേയിലത്തോട്ടമായിരുന്നു ചൂരൽമലയിലെ ഭൂരിഭാഗവും. അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം സുരക്ഷിതരായി എത്തിയെന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. എങ്കിലും ഒരിക്കൽ കൂടി നമ്മുടെ റെസ്ക്യൂ സംവിധാനങ്ങളോട് ഒന്നകത്തേക്ക് പോയി അവസാനമായി ഒരു പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരുട്ടത്തായതുകൊണ്ട് പൂർണ്ണമായും ആ പരിശോധന സാധ്യമാകുമോ എന്നറിയില്ല. രാവിലെയും ഈ നടപടിക്രമങ്ങൾ തുടരും. ഇന്ന് രാത്രി അല്ല നമ്മളിപ്പോൾ ഇവിടെ ലഭ്യമായ ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതിൽ തന്നെ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്, അവിടെ താൽക്കാലിക പാലം നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നത്. വടം കെട്ടിയ ആളുകളെ
വടം കെട്ടിയ ആളുകളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമാകുന്ന അത്ര എളുപ്പത്തിലാകുമായിരുന്നു. ജില്ലയിൽ 9 ഇടങ്ങളിൽ 24 മണിക്കൂറിനിടെ പെയ്തത് 300 മില്ലിമീറ്ററിലേറെ മഴയാണ്. വയനാട്ടിൽ 4 ദിവസം കുറഞ്ഞ തോതിൽ പെയ്ത മഴ തിങ്കളാഴ്ച ഒറ്റ രാത്രി കൊണ്ടാണ് കുത്തനെ ഉയർന്നത്. ഉരുൾപൊട്ടി ഇത്ര വലിയ ദുരന്തമുണ്ടാകാൻ കാരണവും കുറഞ്ഞ സമയത്തിനിടെ വലിയ തോതിൽ പെയ്ത മഴയാണ്. ഒരു വല്ലാത്ത ദുരന്തമാണല്ലോ. ഒരു ശാന്തമായ സ്ഥലം, സമനിരപ്പായ സ്ഥലം, അവിടെ താമസിക്കുന്നൊരു ഗ്രാമം, അവിടെ ഈ കുന്നിന്റെ മുകളിൽ നിന്നാണല്ലോ ഇത് ലാൻഡ് സ്ലൈഡ് ആദ്യം ഉണ്ടാകുന്നത്. അതിങ്ങ് മണ്ണിടിഞ്ഞ് ഒരു വലിയ ശക്തിയോടെ വരികയാണല്ലോ. അതിനകത്ത് മണ്ണ് മാത്രമല്ലല്ലോ, കല്ലും മറ്റു കാര്യങ്ങളും വലിയ പാറകളും എല്ലാം കൂടിയല്ലേ വരുന്നത്. ഈ കിടന്നുറങ്ങുന്നവരുടെ മേലെ കൂടി അങ്ങ് പോവുകയല്ലേ. അതിന്റെ വ്യാപ്തിയല്ലേ കാണിക്കുന്നത്. ആ സ്കൂളിന്റെ 2ാമത്തെ നിലയുടെ മുകളിലാണ് ഇതിന്റെ ഉയരമെന്നല്ലേ കാണിക്കുന്നത്. അപ്പോൾ എത്ര ശക്തിയിലാണത് വന്നതെന്നല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെയും സംഭവിക്കാമെന്ന് കാണുക എന്നല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റും? ഒരു നിമിഷം കൊണ്ടാണ് ഉരുൾപൊട്ടൽ സകലതും കവർന്നത്. എത്ര പേരുടെ പ്രാണനാണ് നഷ്ടമായതെന്നറിയാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രമാണ് ചൂരൽമലയിലേക്കുള്ള ദൂരം. പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ ചിലരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് വയനാടിനെ കണ്ണീർ നാടാക്കി മറ്റൊരു ദുരന്തം കൂടി സംഭവിച്ചത്. നമ്മൾ മുകളിൽ ഉരുൾപൊട്ടലെടുത്ത് ബോഡിയും അത്യാവശ്യം ആൾക്കാരെ നമ്മൾ മാറ്റി. അത് കഴിഞ്ഞ് ഒരു 400ഓളം പേര് അക്കരെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റോപ്പ് റെസ്ക്യൂ ഉപയോഗിച്ച് ആളെ അപ്പുറം കടത്തി പല വാഹനങ്ങളിലായിട്ട് നമ്മൾ കരയ്ക്ക് കൊണ്ടുവന്നു. റോപ്പ് റെസ്ക്യൂ വഴി ഇത്ര 400 പേരെ കൊണ്ടുവരാമെന്ന് പ്രായോഗികമല്ലാത്തതിനാൽ നമ്മൾ ഫയർഫോഴ്സിന്റെ ഫയർ എഞ്ചിന്റെ മുകളിൽ ലാഡർ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ടെമ്പററി ആയിട്ട് മരങ്ങളൂടെ ഉപയോഗിച്ച് ലാഡർ താൽക്കാലിക പാലം ഉണ്ടാക്കി അതേ നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 450-500 പേരെ നമുക്ക് പെട്ടെന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴേക്കാളും 98% ആൾക്കാരെയും ഷിഫ്റ്റ് ചെയ്ത് ഇനി ഒരു 10-12 ബോഡിയും കൂടെ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കും. ഞങ്ങളോട് പറഞ്ഞാൽ 3 ട്രിപ്പ് ഇപ്പൊ അടിക്കാം, ബാക്കി നാളെ രാവിലെ അടിക്കാന്നാ പറഞ്ഞത്. നമ്മളടുത്ത് വണ്ടിയില്ല, നമ്മൾ ബോഡിയൊക്കെ എടുത്ത് മറത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ എത്തിക്കാൻ നിർബന്ധം. വണ്ടിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വണ്ടി ബോഡി എടുത്ത് മറത്തിൽ കടത്തി വെച്ചിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നാല് മണി മുതൽ ശ്രമിച്ചിട്ട് 4 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞത്, മുണ്ടക്കൈയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അവിടെ ഇനിയും ബോഡികളുണ്ട്, എടുക്കാൻ കഴിയാത്തവരവസ്ഥ. മുകളിൽ മുണ്ടക്കൈ മാത്രമല്ല, വീടിന്റെ ഉള്ളിൽ 5 ആളും ഇപ്പൊ 2 ബോഡി ഞങ്ങൾ നേരിട്ട് കണ്ടുപോന്നു. 16 ബോഡികൾ ഞങ്ങൾ അവിടെ ഒരു റൂമിന്റെ ഉള്ളിലാക്കിയിട്ട് പോകുന്നു. 22 ബോഡി ഞങ്ങൾ റൂമിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു വെച്ചിട്ടാണ് പോകുന്നത്. അത് ഓരോന്നോരോന്നിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയും എടുക്കാൻ ആള് മണ്ണിന്റെ ഉള്ളിലുണ്ട്. ജീവനോടെ ഇല്ല, ആള് വളരെ അപൂർവമായിരിക്കും. പക്ഷെ മരിച്ച ആളുകൾക്ക് ഈ താൽക്കാലിക പാലം അല്ല, അതുകൊണ്ട് മാത്രം അങ്ങോട്ട് കിടക്കാൻ പറ്റും. രാവിലെ മുതൽ ഉച്ചവരെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ ഒരു 3-4 കിലോമീറ്റർ മുകളിൽ കൂടെ ചുറ്റി വന്നിട്ട് 2:30 ശ്രമിച്ചതിന് ശേഷം 4:30 ആയതിന്റെ ശേഷമാണ് ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്. ഉരുൾപൊട്ടിയതിന്റെ ഈ ചളി കൂടി ഒരാളെ ഒരു മുട്ടിന് കണ്ടോ, ഇത്ര ആഴ്ച കൂടി ചളി കൂടി പാറാന്റെ മുകളിൽ കൂടിയാണ് അതിന്റെ മുകളിലെത്തിപ്പെട്ട്. അവിടെ ഇനിയും 100 കണക്കിന് ബോഡി അത് മണ്ണിന്റെ അടിയിൽ കിട്ടാനുണ്ട്. ഞാൻ നേവിന്റെ കൂടെ മേലെ പോയ ആളാണ്. ആദ്യം അവിടെ അവിടെ ഉള്ള ആൾക്കാരെ മദ്രസയിലുള്ള ആൾക്കാരെ ക്യാമ്പിലേക്ക് മാറ്റി. അപ്പൊ പോകുന്ന സമയത്തിന് നമുക്ക് അവിടുന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് ബോഡി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ വരുമ്പോ ഒരു 5 ബോഡി എടുത്തിട്ടുണ്ട്. നാളെ നമുക്ക് അത്യാവശ്യം സജ്ജീകരണങ്ങൾ കൊണ്ട് പോയെങ്കിലേ നമുക്ക് നടക്കുള്ളൂ. കാരണം സ്ട്രക്ചർ വേണം, അതുപോലെ തന്നെ സംവിധാനങ്ങൾ വേണം. ബോഡി അതിന്റെ ഉള്ളിൽ, അതുപോലെ തന്നെ ബിൽഡിംഗ് താഴെ നിൽക്കുകയാണ്. ആ ബിൽഡിംഗ് പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ആളെ എടുക്കണമെങ്കിൽ ഇനിയും 16ഓളം മൃതദേഹം കൊണ്ടുവരേണ്ടതെന്ന് അങ്ങ് പറയുന്നത്. അല്ല, അതവിടെ റൂമിലുണ്ട്. അപ്പൊ അത് എടുത്തു വെച്ചത് അത് ഓരോന്നോരോന്നേരം ഇവിടെ ബ്ലോക്കിൽ വരുന്നുണ്ട്. ഓൾറെഡി അവിടെ ഒരു സെഡിലാക്കി വെച്ചിട്ടുണ്ട്. അതിലിപ്പോ 2 ബോഡി ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ബോഡിന്റെ ഉൾപ്പെടെ നമ്മളിവിടെ എത്തുന്നുണ്ട്. ഇനി 100ഓളം ബോഡികൾ അവിടെ മണ്ണിന്റെ അടിയിൽ കിട്ടാനുണ്ട്. 22-ൽ 2 ബോഡി 20 ബോഡി ഇപ്പൊ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അതിപ്പോ കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഈ ബാക്കിയുള്ള വീട്ടുകാർ പറയാണ് നമ്മളെ ആൾക്കാർ 3 ആൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ 3 പേരുണ്ട്. അപ്പൊ തൊട്ടപ്പുറത്തെ എന്റെ അനിയനും എന്റെ മക്കളും അവിടെ ഉണ്ട് എന്ന് പറയാം. അപ്പൊ അവിടെ നോക്കുമ്പോൾ അവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ബോഡി ഇനിയുണ്ട്. സജ്ജീകരണങ്ങൾ നമുക്ക് നാളെ ആൾക്കാരാണ്. രാവിലെ മുതൽ തെരഞ്ഞിട്ട് 10% ഈ കണ്ട ആൾക്കാർ ആരും തെരയാൻ പറ്റിയില്ല. 10% പോലും ഇല്ല. ഒരു ഏരിയയിൽ എത്ര ഏരിയ ഉണ്ട്, 10% വരെ നമുക്ക് തെരയാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതിനുള്ള സംവിധാനം ഇല്ല, എക്യുപ്മെന്റ് ഇല്ല, ആരോടും പറയാനുള്ള ആളുമില്ല.
അതാണ് ഇവിടെ സത്യാവസ്ഥ. കാണുന്ന ബോഡികൾ എടുക്കുക. NDRF-ഉം സിവിൽ ഡിഫൻസും ആകെ ചില്ലറ ആളുകൾ 20 താഴെ ആളുകളെ അവിടെ എത്തിയിട്ടുള്ളൂ. അത്ര നമ്മൾ പുറത്ത് ബോഡികൾ കണ്ടോണ്ട് നമുക്ക് എടുക്കാൻ പറ്റാതെ നമ്മൾ തിരിച്ചറിഞ്ഞു. 2018 പ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമല ഉരുൾപൊട്ടൽ. ദുരന്തത്തിൽ ആരൊക്കെ ബാക്കിയായെന്ന് പോലും പലർക്കും നിശ്ചയമില്ല. ഉറ്റവരെ തെരഞ്ഞ് എത്ര നാൾ അലയണമെന്നറിയാത്തവർ പലരുമുണ്ട്. കാലം മായ്ക്കാത്ത മുറിവുകളില്ലായിരിക്കാം. പക്ഷേ ഈ മഹാദുരന്തം ഇവരുടെ ഓർമ്മകളെ കരയിച്ചുകൊണ്ടേയിരിക്കും.